ചരിത്രപരമായി വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളാണ് സ്വർണവും ഓഹരി വിപണിയും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ് സ്വർണത്തിൻ്റെയും ഓഹരി വിപണിയുടെയും വില ഒരുമിച്ച് ഉയരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില റെക്കോർഡ് ലെവലിലാണ്. മാർച്ച് 19 മുതൽ സ്വർണ്ണവില 4% ഉയർന്നു. അതേസമയം കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 3.5% നേട്ടമുണ്ടാക്കുകയും ചെയ്തു. ആദ്യം തന്നെ സാധാരണഗതിയിൽ സ്വർണ്ണവില എപ്പോഴാണ് ഉയരുന്നത്, ഓഹരി വിപണി എപ്പോഴാണ് കുതിക്കുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാക്കാം. ഗ്ലോബൽ മാർക്കറ്റുകളിലോ പ്രധാനപ്പെട്ട എക്കോണമികളിലോ ഏതെങ്കിലും രീതിയിലുള്ള അനിശ്ചിതത്വം അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഉടലെടുക്കുമ്പോഴാണ് സ്വർണ്ണവില കുതിക്കുന്നത്. അതേസമയം ഫിനാൻഷ്യൽ ഹൈ ഗ്രോത്തിനെ സൂചിപ്പിക്കുന്ന ഫിനാൻഷ്യൽ ഇൻഡിക്കേറ്ററുകൾ പുറത്തു വരുമ്പോഴാണ് ഓഹരി വിപണി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഇനി ഇപ്പോഴെന്തുകൊണ്ടാണ് സ്വർണവും ഓഹരി വിപണിയും ഒരുമിച്ച് ഉയരുന്നത് എന്ന വസ്തുതയിലേക്ക് വരാം. മുമ്പ് നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന അൺസർട്ടനിറ്റിയും അതേസമയം വരും സമയങ്ങളിൽ ഹൈ ഗ്രോത്തിനെ സൂചിപ്പിക്കുന്ന ചില ഫിനാൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സും ഒരേ സമയം പുറത്തു വന്നതുകൊണ്ടാണ് സ്വർണത്തിൻ്റെയും ഓഹരി വിപണിയുടെയും വില ഒരുമിച്ച് ഉയരുന്നത്. ഇനി ഇതിനെ ഒരൽപ്പം ഡീറ്റെയിലായി മനസ്സിലാക്കാം. സ്വർണത്തിൻ്റെ വില നിർണ്ണയിക്കുന്നതും സ്വർണത്തിൻ്റെയും ഓഹരി വിപണികളുടെയും വില നിർണ്ണയിക്കുന്ന ചില ഘടകങ്ങളിൽ ഒരു പ്രധാന ഘടകമാണ് ഡോളർ ഇൻഡെക്സ്. ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട 6 കറൻസികൾക്കെതിരെയുള്ള US ഡോളറിൻ്റെ മൂല്യം അളക്കുന്ന സൂചനയാണ് ഡോളർ ഇൻഡെക്സ്. ഡോളർ ഇൻഡെക്സ് ഈ വർഷം 5% കുറഞ്ഞ് ഓൾ ടൈം ഹൈ ആയ 108 നിന്നും 103 എത്തി. ഡോളർ ഇൻഡെക്സ് ഇടിയുന്നത് US ഡോളറിനെ ദുർബലമാക്കുന്നു. US ഡോളർ ദുർബലമാകുമ്പോൾ മറ്റുള്ള കറൻസികൾ ശക്തി പ്രാപിക്കുകയും ഈ കറൻസി ഉപയോഗിച്ച് കൂടുതൽ സ്വർണം വാങ്ങാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇനി ഇന്ത്യൻ ഓഹരി വിപണി ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണവും ഡോളർ ഇൻഡെക്സ് തന്നെയാണ്. ഡോളർ ഇൻഡെക്സ് വഴി ഡോളറിൻ്റെ മൂല്യം കുറയുമ്പോൾ ഇന്ത്യ പോലുള്ള വളർന്നു വരുന്ന വിപണികളിലേക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഇത് ഇന്ത്യൻ ഓഹരി വിപണിയുടെ ഉയർച്ചയ്ക്ക് പിന്നിലെ കാരണമായി പ്രവർത്തിക്കുകയും ഓഹരി വിപണി ഉയരുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാന കാരണം US ഫെഡ് റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ്. ഡേറ്റ് നമ്മൾ പരിശോധിച്ചാൽ മാർച്ച് 19 മുതലാണ് സ്വർണ്ണവിലയിൽ വളരെ പെട്ടെന്ന് പ്രകടമായ വ്യത്യാസം കാണാൻ സാധിച്ചത്. മാർച്ച് 19 US ഫെഡ് റിസർവിൻ്റെ പോളിസി മീറ്റിംഗ് ഔട്ട്കം വന്ന ദിവസമായിരുന്നു. അന്ന് US ഫെഡ് പലിശ നിരക്ക് 4.25 മുതൽ 4.5% നിലനിർത്തി. അതേസമയം 2025 തന്നെ 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടക്കുമെന്നുള്ള സൂചന നൽകുകയും ചെയ്തു. US ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ അത് FDയെയും ബോണ്ട് ഈൽഡിനെയും ദുർബലപ്പെടുത്തും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ നിക്ഷേപം ലഭിക്കുന്നതിന് വേണ്ടി ഇൻവെസ്റ്റേഴ്സ് വിദേശ മാർക്കറ്റുകളിൽ, ഇന്ത്യ പോലുള്ള വളരുന്ന മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇത് ഓഹരി വിപണിയുടെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചു. അതുപോലെ തന്നെ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത് സ്വർണത്തിനും ഗുണകരമാണ്. കാരണം FDയിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് കുറയുകയും ഇൻഫ്ലേഷൻ ഉയരുകയും ചെയ്യുന്നതോടുകൂടി സ്വർണത്തെ ഒരു ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻ്റായി ഇൻവെസ്റ്റേഴ്സ് പരിഗണിക്കുകയും ഡോളറിൻ്റെ അല്ലെങ്കിൽ കറൻസികളുടെ വോളറ്റിലിറ്റിയെ തടയുന്ന ഒരു പ്രധാന ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻ്റായി സ്വർണത്തെ വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ സ്വർണത്തെ വാങ്ങുകയും ചെയ്യും. ഇത് സ്വർണത്തിനുള്ള ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയും സ്വർണ്ണവില ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി സ്വർണ്ണവിലയും ഓഹരി വിപണിയുടെ വിലയും ഒരുമിച്ച് ഉയരുന്നത് ലോങ് ടൈമിൽ ഒരിക്കലും സംഭവിക്കുകയില്ല. ഇതൊരു ഹ്രസ്വകാല പ്രതിഭാസം മാത്രമാണ്. കുറച്ച് നേരത്തേക്ക് മാത്രമേ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളിൽ മാത്രമേ നമ്മൾക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വസ്തുത, സ്വർണ്ണവിലയും ഓഹരി വിപണിയും ഒരുമിച്ച് ഉയരുന്നു എന്ന് പറയുന്നെങ്കിലും ഓഹരി വിപണി ഓൾ ടൈം ഹൈയിലേക്ക് കുതിച്ചുയരുകയല്ല ചെയ്തത്. മറിച്ച് വളരെ മികച്ച രീതിയിലുള്ള ഒരു കറക്ഷന് ശേഷം വാല്യുവേഷൻ അല്ലെങ്കിൽ ഓഹരികളുടെ മൂല്യം അട്രാക്റ്റീവ് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ ബോട്ടം ലെവലിലുള്ള ഒരു ബൈയിങ് ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം സ്വർണത്തിൻ്റെ വില റെക്കോർഡ് ലെവലിൽ നിന്നും ഡിമാൻഡ് വർദ്ധിക്കുന്നതനുസരിച്ച് ഉയരുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് സ്വർണത്തിൻ്റെ വിലയും ഓഹരി വിപണിയും പാരലായിട്ട് നീങ്ങുന്നുവെന്ന് നമ്മൾക്കൊരിക്കലും പറയാൻ സാധിക്കുകയുമില്ല. ഇനി ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ വളരെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഓഹരി വിപണിയിലേക്കും കൂടുതൽ ക്യാഷ് വരാനും ഓഹരി വിപണിയുടെ ഉയർച്ചയ്ക്ക് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. 3000 വർഷത്തിലേറെയായി ഏറ്റവും വിശ്വസനീയമായ മൂല്യശേഖരമായിട്ടാണ് സ്വർണത്തെ കാണുന്നത്. അതുകൊണ്ട് സ്വർണത്തെ ഒരു ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻ്റായി പലരും പരിഗണിക്കാറുമുണ്ട്. ഇതൊക്കെയാണ് സ്വർണ്ണവിലയും ഓഹരി വിപണിയും ഒരുമിച്ച് ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.